ഹലോ മുത്തുകളെ, അപ്പം ഞാൻ നിങ്ങളുടെ സ്വന്തം മുനീർ മേടയിലാണ്. അപ്പം ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയാണ് പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു വീഡിയോയിൽ വന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി എങ്ങനെ പോയാലും ഒരു 25-27 കൊറിയറോളം നമുക്ക് ഡെയിലി ഓർഡറുകൾ കാണും. നമുക്ക് അതേപോലെ തന്നെ കൊറിയർ അയക്കാൻ കാണും. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമുക്ക് ഒരു കൊറിയർ റിട്ടേൺ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർ തരുന്ന പിൻകോഡ്, ഫോൺ നമ്പർ, അഡ്രസ്സ് എല്ലാം നമ്മൾ എഴുതിയതിന് ശേഷം ഫോട്ടോ ഇട്ട് കൺഫേം ആക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ചെടി പാക്ക് ചെയ്ത് അയക്കാറുള്ളൂ. പിന്നെ പാക്ക് ചെയ്ത് അയക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ ഫോട്ടോ ഇട്ട് കൊടുക്കാറുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് അയക്കുന്നുണ്ടെന്നുള്ള രീതിയിൽ നമ്മൾ ഫോട്ടോ ഇട്ട് കൊടുക്കാറുണ്ട്. പക്ഷേ കഴിഞ്ഞ ആഴ്ച ഒരു കൊറിയർ റിട്ടേൺ വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്ന കോൺടാക്ട് നമ്പറിൽ എന്ന് വെച്ചാൽ കസ്റ്റമർ തന്ന കോൺടാക്ട് നമ്പറിൽ നമ്മൾ അയച്ച കൊറിയർ സർവീസ് വിളിച്ചിട്ട് എടുത്തില്ലെന്ന് പറഞ്ഞിട്ടാണ് പ്ലാൻസ്. അതും ഒരു 3-4-5 ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് റിട്ടേൺ കിട്ടിയത്. അപ്പം അങ്ങനെ റിട്ടേൺ കിട്ടുമ്പോഴേക്കും പ്ലാന്റ് ഫുള്ള് ഇല്ലാതായിട്ടുണ്ടാവും. അപ്പോൾ ഒരു കാരണവശാലും കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊറിയർ അയക്കുന്ന ആ ദിവസം തന്നെ നമ്മൾ കസ്റ്റമറിന് ഫോട്ടോ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പം എന്തായാലും അവിടെ ഓഫീസിൽ വരുമ്പോൾ, കാരണം വെച്ചാൽ കൊറിയർ ഓഫീസിൽ വരുമ്പം എന്തായാലും കോൾ വരും. അപ്പോൾ കോൾ എടുത്തില്ലെന്നുണ്ടെങ്കിൽ പ്ലാൻസ് അവർ മാറ്റി വെക്കും, അത് റിട്ടേൺ വരും, പ്ലാൻസ് ഇല്ലാതായി. അപ്പോൾ നമുക്ക് ഓർഡർ തരുമ്പോൾ കറക്റ്റ് നമ്പർ ചെക്ക് ചെയ്തിട്ട് തന്നെ തരും. അതുപോലെ തന്നെ അവിടുത്തെ ഓഫീസിൽ നിന്ന് വിളിക്കുമ്പോൾ കറക്റ്റ് ഫോൺ കോൾ അറ്റൻഡ് ചെയ്തിട്ട് പ്ലാൻസ് സമയത്ത് തന്നെ പോയി വാങ്ങുക. അല്ലെന്നുണ്ടെങ്കിൽ പ്ലാൻസ് വെറുതെ നഷ്ടപ്പെട്ടു പോകും. അതുപോലെ തന്നെ പുതിയ നല്ല അടിപൊളി സ്റ്റോക്കുകളും കാര്യങ്ങളൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഡെയിലി യൂട്യൂബിലും ഫേസ്ബുക്കിലും വാട്സപ്പിലും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലും പുതിയ പോസ്റ്റുകൾ അപ്ഡേറ്റ് ചെയ്ത് ഇടുന്നുണ്ട്. നമ്മുടെ കാറ്റലോഗ് എപ്പോഴും അപ്ഡേറ്റ് ചെയ്ത് നല്ല സൂപ്പർ പ്ലാൻസിൻ്റെ കളക്ഷൻ നമ്മൾ സെറ്റ് ചെയ്തിരുന്നുണ്ട്.